ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ആതിരയുടെ കളമശ്ശേരിയിലുള്ള അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണ് അച്ചാമ്മയൊക്കെ താമസിക്കുന്നത്. കുറേ ദിവസമായിട്ട് അച്ചാമ്മ വിളിക്കുന്നു, പിള്ളേരെ കാണണം എന്ന് പറഞ്ഞു. ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത്. ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഒരു വീട്, പഴയ ഒരു ചെറിയ വീടാണെങ്കിലും ഒരുപാട് മുറികളൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു വീടാണ്. നല്ല തണലാണ് ഫുള്ള്. നല്ലൊരു കിണറായിരുന്നു, നല്ല വെള്ളമാണ് അതിൽ. ഞാനിപ്പോഴാണ് കിണറ്റിൽ വന്ന് നോക്കുന്നത്. ഒരു മീനും ഉണ്ട് അതിൽ. രണ്ട് പട്ടിയുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇല്ല, ഇപ്പം കൊണ്ടുവന്നതായിട്ട് എവിടെ നിന്നോ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ പുറകിലെ പറമ്പിലേക്ക് വയ്യെ പോകാൻ കേട്ടോ. നല്ല രസം. ഇവിടെ ആൻറ്റി ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ 2-3 സാധനങ്ങൾ നട്ടുപിടിച്ചിട്ടുണ്ട്. ചേമ്പ്, വാഴ, കുറേ സാധനങ്ങളുണ്ട് ഈ പറമ്പിൽ. ചേമ്പ്, കുറേ വാഴയുണ്ട്. പിന്നെ കുറേ സ്ഥലം കാട് കയറി കിടപ്പുണ്ട്. ഒരാളെ കൊണ്ട് എല്ലാം നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് അവരെ കൊണ്ട് നോക്കാൻ പറ്റണ ഇച്ചിരി സ്ഥലം മാത്രം വെട്ടിത്തെളിച്ച് കുറച്ച് കൃഷി. പിന്നെ ജാതി ഇഷ്ടംമാതിരി ഉണ്ട് അവിടെ. ജാതിയൊക്കെ കാട്ടിക്കൂടി കയറി പോണേന്നൊരു പിടിയില്ല. ജാതി പത്രി പെറുക്കാനായിട്ട് വരും. മഴ പെയ്ത കാരണം നല്ല ചവറായിട്ട് എടുക്കാനുണ്ട്. എന്നാലും നല്ല തണലാണ് കേട്ടോ. മീനപ്പനൊക്കെ വണ്ടടിച്ചിരിക്കുന്ന ഏത് കാട്ടിലേക്കാണ് പോണേന്നും പറയും. ആൻറ്റി എങ്ങാടോ കയറി പോകുന്നുണ്ട്. ജാതിക്ക പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാതി പത്രിയാണ് ഈ പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. ജാതി പെറുക്കാൻ തുടങ്ങിയേട്ടാ. ഇവർ 2-3 ദിവസമായിട്ട് പെറുക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2-3 ദിവസം പെറുക്കാതെ എന്ന് പറഞ്ഞാൽ കുറേ താഴെ വീണ് കിടപ്പുണ്ട്. മീനമ്മയൊക്കെ വായം പൊളിച്ച് നോക്കിയിരുന്നത് എന്ത് സാധനം കയ്യിലേക്കങ്ങ് കൊടുത്താൽ മതി. ഇതാരും നോക്കാത്ത കാരണം കുറേ ചവറ് മൂലമൊക്കെ ഇങ്ങനെ കിടക്കുക. നീ പൊരങ്ങനാണ്. നീ ഒരു കുരങ്ങച്ചങ്ങരിക്കണുണ്ടോ ദേവൂട്ടൻ? പൊരങ്ങ മീനപ്പൻ എടി എനിക്ക് മീനപ്പൻ ചേട്ടനോട് ഇരുന്ന് പേടിയാന്ന് തുടങ്ങിയിട്ടാ. അതും അവനെ താഴത്തേക്ക് ഇറക്കി. ഞങ്ങളവിടുന്ന് പയ്യെ ജാതിയൊക്കെ പെറുക്കി പയ്യെ പുറത്തേക്ക് ഇറങ്ങണേട്ടാ. ഇവിടെയും കുറേ സാധനങ്ങളുണ്ട്. വേഷം ഫ്രൂട്ട്, പിന്നെ എന്തൊക്കെയോ മരുന്ന് ചെടികൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇവിടെയുള്ള ഈ അച്ചാമ്മയും പിന്നെ പാപ്പനും ഇവിടെയുള്ള അച്ചാമ്മയുടെ മക്കളും അച്ചാമ്മ ഉൾപ്പെടെ എല്ലാവരും മരുന്ന് പറിക്കാൻ പോകുന്ന ആൾക്കാരായിരുന്നു. പറിച്ച് കടയിൽ കൊടുക്കുക, പച്ചമരുന്ന് കടയിൽ കൊടുക്കുക, അങ്ങനത്തെ വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കുറേ മരുന്ന് സംബന്ധമായിട്ടുള്ള ചെടികൾ നട്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് അതിൻ്റെയൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ. ഇതെന്ത് സാധനമാണത്? മുള്ളുള്ള സാധനം. ഇതും എന്തോ മരുന്നെടുക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇത് കുറേ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്.
ഈ ആൻറ്റി മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ കേട്ടോ, വേറെ ആരും ഇങ്ങോട്ട് വരാറൊന്നുമില്ല. നടന്ന് ജാതി എല്ലാം പേർക്ക് അച്ചാമ്മയുടെ അടുത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാമ്മ പയ്യെ അതിന് ജാതിക്കായും ജാതിപത്രിയും രണ്ടും സെപ്പറേറ്റ് ആക്കാൻ പോവാം. ഈ മഴ കാരണം കുറേ നനഞ്ഞൊക്കെ കിടക്കുക. ഫ്രണ്ടിലും ഉണ്ട് ഒരു ജാതി, 1 2 3 ജാതി ഉണ്ട്. അവിടെയും ഇതേപോലെ കുറേ ചെറിയ ചെറിയ മരുന്നിൻ്റെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ ചെടികൾ അവിടെയും ഉണ്ട് ഫ്രണ്ടിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ മരുന്ന് മാത്രമല്ല കേട്ടോ, പൂവൊക്കെ ഉണ്ട്. അച്ചാമ്മ പണി തുടങ്ങി കേട്ടോ. ദേവട്ടനും കൂടെ ഹെൽപ്പ് ചെയ്യണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി എല്ലാം പൊളിച്ച് കുറേ മാറ്റി. അങ്ങനെ ഞങ്ങൾ പോവാറായി, ഇറങ്ങാൻ നിൽക്കുക. നേരത്തെ ടാറ്റയെ കൊടുത്ത് പോകുന്നു. ഇവിടെ ഇറങ്ങാറാകുമ്പോൾ ഒരു കരച്ചിലും ബഹളവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.